ഹായ് ഹലോ എല്ലാവരും വാസ്ലിൻ്റെ ഗ്ലൂട്ടാ ഹെയർ യൂസ് ചെയ്തിട്ട് റിവ്യൂ പറഞ്ഞ് ഞാൻ കണ്ടു. പക്ഷേ ഈ രണ്ടെണ്ണത്തിൽ ഏതാ ബെറ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടില്ല. ഇത് ഞാൻ ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഗ്ലൂട്ടാ ഹെയറുടെ സ്മൂത്ത് റേഡിയൻസിൻ്റെ ആയിരുന്നു. ഇതിലുള്ളത് എന്ന് പറയുമ്പോൾ ഗ്ലൂട്ടാ ഗ്ലോ ഹൈലറോണിക് ആസിഡ് ആൻഡ് നിയാസിനമൈഡ് ആണ്. എനിക്കിത് നല്ല റിസൾട്ടാണ് തന്നത്. നന്നായിട്ട് സ്കിൻ ഗ്ലോ, എൻ്റെ ഹാൻഡിലെ തന്നെ നല്ല വിസിബിൾ മാറ്റം എനിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഗ്ലോ ഉണ്ടായിരുന്നു ഫേസിലുമൊക്കെ. എനിക്കതിൻ്റെ നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ ഞാൻ കരുതി ഇതുകൂടി ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന്. ഇത് ഗ്ലൂട്ടാ ഹെയറുടെ തന്നെ ഫ്ലോലെസ് ഗ്ലോ എന്ന് പറഞ്ഞിട്ട് ഇതിലുള്ളത് ഗ്ലൂട്ടാ ഗ്ലോ ഹൈലറോണിക് ആസിഡും പ്രോ റെറ്റിനോളും ആണ്. ഈ റെറ്റിനോള് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റിസൾട്ടാണ് എനിക്ക് ഇതിൽ കിട്ടിയത്. എന്ന് വെച്ചാൽ ഇത് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് എങ്ങനെ ഗ്ലോ കിട്ടിയോ അതുപോലെ എൻ്റെ സ്കിൻ ഡള്ളായി. ഇതിപ്പോൾ ഞാൻ മേടിച്ചിട്ട് ഇതിപ്പോൾ ഞാൻ ഫീറ്റിൽ മാത്രം, കാലിൻ്റെ ഉൾഭാഗത്ത് മാത്രം ആ ഒരു വിണ്ട് കീറൽ മാറാനായിട്ട് നൈറ്റ് മാത്രമേ ഞാൻ പിന്നെ യൂസ് ചെയ്തുള്ളൂ. എനിക്കൊരു 1 വീക്ക് യൂസ് ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടി. കാരണം നന്നായിട്ട് ഇത് യൂസ് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ സ്കിൻ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നന്നായിട്ട് ഡള്ളായിട്ട് എനിക്കത് നന്നായിട്ട് വിസിബിൾ ആയിട്ടുണ്ടായിരുന്നു മാറ്റം. അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്ത് നിർത്തിയിട്ട് ഞാൻ പിന്നെ ഇത് ഫീറ്റിൽ മാത്രമാക്കി. പിന്നെ വീണ്ടും ഞാൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങി. നന്നായിട്ട് എനിക്കതിൻ്റെ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് എങ്ങനെയാണോ എന്നെ നെഗറ്റീവായിട്ട് ബാധിച്ചത് അതിൻ്റെ റിസൾട്ട് എനിക്ക് മാറി കിട്ടിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഗ്ലൂട്ടാ ഹെയറുടെ സ്മൂത്ത് റേഡിയൻസ് ഹൈലറോണിക് ആസിഡും നിയാസിനമൈഡും ഉള്ളതാണ്. ഇത് എല്ലാ സ്കിന്നുകാർക്കും പറ്റുന്നതല്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കി. ഒരുവിധം എല്ലാ സ്കിൻകാർക്കും ഇത് പറ്റില്ല, ഈ പ്രോ റെറ്റിനോളിൻ്റെത്. ഇതെന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ അത് നോക്കി മേടിക്കുക. ഓക്കെ, ബൈ.